ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ കറണ്ട് ട്രൂ ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ളതെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയം അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. 6 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾ കൊടുത്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അതുപോലെ ഈക്വൽ അളവിൽ തിരിച്ചു തന്നിട്ടില്ല എന്നവർ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഗിവിങ് നേച്ചറുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും അതേ അളവിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും അവർ മറന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കണം അവരിതൊക്കെ മറന്നുപോയി എന്ന്. പക്ഷെ അവരൊന്നും തന്നെ മറന്നിട്ടില്ല. പക്ഷെ അതൊന്നും അതേ അളവിൽ തിരിച്ചു തരാൻ പറ്റിയിട്ടില്ലാത്തതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ട് എന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയം നിങ്ങളോടൊരു വല്ലാത്ത പ്രണയവും ഫിസിക്കൽ അട്രാക്ഷനും ഒക്കെ തോന്നുന്നു എന്നുള്ളതാണ്. വളരെ ശരിക്കും ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു പ്രണയം. നിങ്ങൾ ചിലപ്പോൾ ആ കണ്ടുമുട്ടിയ ആ സമയത്ത് നിങ്ങളോട് തോന്നിയ ആ ഒരു സെയിം ഒരു ഫീലിംഗ് ഈ ഒരു സമയം അവർക്ക് നിങ്ങളോട് തോന്നുന്നു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ അവരതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളോടത് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ലായിരിക്കാം. അവർ ആ ഒരു ഇമോഷനെ നിയന്ത്രിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. പക്ഷേ അവരൊരുപാട് മിസ്റ്റേക്ക് നിങ്ങളോട് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അവരിപ്പോൾ ഈ ഒരു സമയം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ അങ്ങോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങോട്ട് അവരെ ബാക്ക് സ്റ്റാബ് ചെയ്തു, നിങ്ങളവരെ സ്റ്റക്കാക്കി വെച്ചു എന്നൊക്കെ കുറച്ച് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് പൂർണ്ണമായും പോയിട്ടും നിങ്ങൾ അവരുടെ പിറകെ തന്നെ പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പം അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. അവർ റിജക്റ്റ് ചെയ്തിട്ടും വേണ്ടാന്ന് പറഞ്ഞിട്ടും നിങ്ങൾ പിറകെ പോയ കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇതിലൊരു തേർഡ് പാർട്ടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ്. അപ്പോൾ അവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അവർ വേറൊരു തേർഡ് പാർട്ടിയോടൊപ്പം പോയതോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നതും ആകട്ടെ, അങ്ങനെ ഉണ്ടാകാം. നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലിപ്പോൾ വരുന്നുണ്ട്. ഇതിൽ നിങ്ങളെ അവർ റിജക്റ്റ് ചെയ്തു എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ ആൾക്കാർക്കും അവർക്ക് വേറൊരു തേർഡ് പാർട്ടി ഉണ്ടായി അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്ത് പോയ ആ ഒരു ഓർമ്മകൾ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റും ഒക്കെ അവരിപ്പോൾ ഈ ഒരു സമയം അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിജക്ഷൻ എത്രമാത്രം പെയിൻഫുൾ ആയിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നതെന്നൊക്കെ ഈ ഒരു സമയം അവർ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ഓർമ്മകളൊക്കെ അവരുടെ മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. 7 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സന്തോഷത്തിൽ വളരെ പോസിറ്റീവായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ജെനുവിനായിട്ടുള്ളൊരു സ്നേഹം അവർക്ക് നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള വളരെ ഇപ്പോൾ കുട്ടികളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ ഒന്നും തന്നെ പ്രതീക്ഷിക്കാത്ത വളരെ നിർമ്മലമായ സ്നേഹമാണ്. അങ്ങനത്തെ ഒരു കാര്യം അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു, വളരെ ഹാപ്പി ആയിട്ട് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പേജ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ചില ആൾക്കാർക്ക് ഇത് ഒരു മെസ്സേജുമായിട്ട് വേറെ ആരെങ്കിലും വരുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ മറ്റ് നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. അവരുടെ കൂടെ നിങ്ങളെക്കുറിച്ച് അവർ തിരക്കുന്നുണ്ടായിരിക്കാം. ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം അവർക്ക് അറിയാൻ പാടില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ മറ്റാൾക്കാർ വഴി നിങ്ങളുടെ കാര്യങ്ങൾ തിരക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ചിലപ്പം നിങ്ങളോട് ഇത് പറഞ്ഞേക്കാം ഈ ഒരു അടുത്ത സമയത്ത്. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച കാര്യം ഇത് മറ്റാരെങ്കിലും പറഞ്ഞത് അറിയുന്നുണ്ട് എന്നുകൂടെയാണ് കാണുന്നത്. ഇതിനകത്ത് ഒരു മെസ്സേജാണ് ഈ കാണുന്നത്, ഈ ഒരു ബേർഡ്. ഇപ്പോൾ ഒരു മെസ്സേജ് വരണം എന്നവർ ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ നിന്നൊരു മെസ്സേജ് വരണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് അറിയണമെന്നോ ഒക്കെ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതിലും നൈറ്റ് ഓഫ് കപ്പും നൈറ്റ് ഓഫ് സോഡും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം അവർ വളരെ ശരിക്കും തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തണം എന്ന്. ഇപ്പം ചിലപ്പോൾ ചെയ്തു പോയ തെറ്റുകളിലുള്ള വിഷമമായിരിക്കാം, ഇപ്പം ഒരു തിരിച്ചറിവ് വന്നൊരു സമയമായിരിക്കാം. അപ്പോൾ ശരിക്കും അവർ കുറേ കാര്യങ്ങൾക്കുള്ള ക്ലാരിറ്റി കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത്, ഈ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് എത്രമാത്രമാണ് എന്ന് അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവർക്ക് അനങ്ങാൻ പറ്റാത്ത വണ്ണം ഉള്ളൊരു സാഹചര്യത്തിലുണ്ട് എന്നും കൂടെ ഈ നൈറ്റ് ഓഫ് സോഡ്സ് പറയുന്നുണ്ട് കേട്ടോ. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു ഷീൽഡൊക്കെ ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ ശരിക്കും അവരാഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ക്ഷമിച്ചു കൊടുത്ത ആൾക്കാരായിരിക്കും. പക്ഷേ ഇപ്പം നിങ്ങളൊരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടേതായ കാര്യങ്ങൾ, നിങ്ങളുടെ ഉറച്ച തീരുമാനങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പം നമ്മുടെ ഹൃദയത്തെക്കാൾ ഉപരി നമ്മളുടെ ബുദ്ധിക്കും മനസ്സിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റിലെ ചില എക്സ്പീരിയൻസ് നിങ്ങൾ ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. ചിലപ്പോൾ അവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാതെ നിങ്ങൾ ഒരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ സന്തോഷങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ സന്തോഷം കണ്ടെത്തുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ മാറിപ്പോയി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് അവരോടില്ല എന്നാണ് ഈ നിമിഷം അവർ ചിന്തിക്കുന്നത്. 7 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. ഇറിറ്റേറ്റഡ് ആണ് പല കാര്യങ്ങളിലും, പല തടസ്സങ്ങളും അവർക്ക് അവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു യാത്ര അവർക്ക് അത്ര പറ്റുന്നില്ല, നിങ്ങളിലേക്ക് വരാനുള്ള യാത്ര പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ ലൈഫ് സിറ്റുവേഷൻ തന്നെ ഇപ്പോൾ കുറേ സ്ട്രഗിളും ഒബ്സ്റ്റക്കിൾസും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചലഞ്ചിങ് ആണ് എന്നാണ് കാണുന്നത്. കുറച്ച് ചലഞ്ചസ് ഒക്കെ അവരിപ്പോൾ ഫേസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങളിലേക്ക് വരാനും കുറേ ചലഞ്ച് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കും അവർക്ക്. 5 സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ സമയം ഒരു ബാക്ക് സ്റ്റാബ് ചെയ്ത ഒരു എനർജിയാണ്, ചീറ്റ് ചെയ്ത ഒരു എനർജിയാണ്. ഇത് നിങ്ങൾ വിട്ടുപോകാൻ കാരണം ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തതാണെന്ന് കൂടി അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സെയിം കാര്യം അവർക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ കണ്ടില്ലേ, പുറകെ നടന്നു പോകുന്ന ഒരാളിനെ ചീറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഒരു ചീറ്റിങ്ങിലൂടെ നിങ്ങളെ ഒഴിവാക്കി പോയതായിരിക്കാനാണ് സാധ്യത ഈ ഒരു സമയം. അപ്പോൾ അതവർ മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ ഓർമ്മകളിലുണ്ട്. അത് ഇവർ പൂർണ്ണമായിട്ട് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കി കളഞ്ഞതായിരിക്കണം. പക്ഷെ ഇപ്പോഴായിരിക്കും അവർ തിരിച്ചറിവ് വരുന്നത്. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് ആ നഷ്ടം, നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ വിഷമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്നൊക്കെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തന്നെ ഒരു ചീറ്റിങ്ങിലൂടെ നിങ്ങളെ വേണ്ടാന്ന് വെച്ചതാണ്. നിങ്ങൾ വേണ്ടാന്ന് വെച്ചതല്ല, ഇതിൽ കുറേ ആൾക്കാരും നിങ്ങളെ വേണ്ടാന്ന് വെച്ചത്. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഈ ഒരു സമയം അവർ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. സ്റ്റാറാണ്, ഒരു ഹീലിങ്ങിൻ്റെ എനർജിയാണ്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതെന്നാണ് കാണുന്നത്. സ്റ്റാറിനെ വന്നിട്ടുണ്ട് വീണ്ടും. അപ്പോൾ ശരിക്കും ചിലപ്പോൾ ഒരു സ്റ്റാർ ആയിട്ടുണ്ടായിരിക്കാം. സ്റ്റാർഡം ഉള്ള ആൾക്കാരാണ്, നിങ്ങളെ ഈസി ആയിട്ട് ഇപ്പോൾ അവർക്ക് അവൈലബിൾ അല്ല എന്നൊക്കെ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.